നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കുന്നുണ്ട്. 2 പൈൽ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തിങ്, ഓക്കെ, അതിന് മുമ്പ് ഞാൻ ഈ കുറച്ച് ദിവസത്തേക്ക് പേഴ്സണൽ റീഡിങ്സ് ഉണ്ടാവില്ല. ഒരു 25th കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, കുറച്ചിടയിൽ 2 ആഴ്ച ഞാൻ ബ്രേക്കാണ്. അതിനുശേഷം ഇനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. ടാരോ ക്ലാസ്സസ് ഒക്കെ നടക്കുന്നുണ്ട്, ബട്ട് അത് ഓൾറെഡി ഉണ്ട്, ഗോയിങ് ഓൺ ബാച്ചസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വേറെ പുതിയ ബാച്ച് ഇപ്പോൾ ചെയ്യുന്നില്ല. അതുമെല്ലാം നെക്സ്റ്റ് ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴേക്കും ആലോചിക്കാം. പിന്നെ ഉള്ളത് ഓക്കെ, ബാക്കി പേഴ്സണൽ റീഡിങ്സ് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, നമ്പർ ഞാൻ ഇവിടുന്ന് എടുത്ത് മാറ്റാം. ഓക്കെ, സോ എന്തായാലും പേഴ്സണൽ റീഡിങ്സ് പിന്നീട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇന്നിവിടെ റിലേഷൻഷിപ്പ് റീഡിങ്ങിന് ഞാൻ 2 പൈൽ വെച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ നോക്കാം നമുക്ക്. ബട്ട് ഞാൻ ഓൾറെഡി കാർഡ് എടുത്ത് വെച്ചെന്നുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ ഇവിടെ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ അത് 3 ഡെക്കിൽ നിന്ന് ഞാൻ ഡിഫറെൻറ്റ് കാർഡ്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ നമുക്ക് പറയാം 2 പൈലുണ്ട്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ നിങ്ങളൊരു ബ്രേസ്ലെറ്റ് ചൂസ് ചെയ്തോളൂ. ഓക്കെ, ഫസ്റ്റ് പൈൽ ഇവിടെ റെഡ് കളർ ആൻഡ് 7 ചക്രയൊക്കെ ഉണ്ട്. ഇവിടെ 7 ചക്ര ഉള്ളത്. ഓക്കെ, എനിവേ, സോ ഇത് റെഡ് കളർ ക്രിസ്റ്റലിൻ്റെ ആണ് ബ്രേസ്ലെറ്റ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഫസ്റ്റ് പൈൽ. സെക്കൻഡ് പൈൽ ബ്ലൂ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, സോ നോക്കിക്കോളൂ. ഞാൻ ഇതിനെ ഇവിടെ സൈഡിലേക്ക് ഞാൻ നീക്കാൻ പോവാണ്. ഓക്കെ, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നാണ് ഞാൻ വെച്ചത്. ഇങ്ങനെ തന്നെ വയ്ക്കാം. ഓക്കെ, സോ പൈൽ 2 അവിടെ ഇരിക്കട്ടെ. ഓക്കെ, പൈൽ 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ പൈൽ 1 റെഡ് കളർ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് ആദ്യം നിങ്ങളുടെ പാസ്റ്റ് നിന്ന് എടുക്കാൻ തുടങ്ങാം. നിങ്ങളുടെ പാസ്റ്റ് സിറ്റുവേഷൻ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി. പാസ്റ്റിൽ എനിക്ക് കാണുന്നത് ഓക്കെ, ഇത് ഫാമിലി റൂം കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങൾ ഓൾറെഡി ഫാമിലി ആയിരിക്കാം, ലൈക്ക് ഹസ്ബൻഡ് ഓർ വൈഫിന് വേണ്ടി റീഡിങ് കാണുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് എന്തെങ്കിലും തരത്തിൽ ഫാമിലി കണക്ഷൻസ് ഉണ്ടാവാം. നിങ്ങൾക്ക് ഫാമിലി ഉണ്ടാവാം, അവർക്ക് ഫാമിലി ഉണ്ടാവാം, മാരീഡ് ആയിരിക്കാം. അവർ മീൻസ് 2 പേരും വേറെ വേറെ മാരീഡ് അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധങ്ങൾ ഉണ്ടാവാം, ലൈക്ക് ഫാമിലി റിലേഷൻസ്, കണക്ഷൻസ് എന്തെങ്കിലും ഉണ്ടാവാം. ഓക്കെ, ഏതെങ്കിലും തരത്തിൽ ഫാമിലി ഫ്രണ്ട്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം. സോ ഇവിടെ ഒരു ഫാമിലി റൂം എനർജി എന്തായാലും വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഓർ മേ ബി മാരേജ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നതോ അങ്ങനെ എന്തെങ്കിലും ആവാം. ഓക്കെ, സോ അൺഎക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് ടോയിൽ ആൻഡ് ലേബർ 2 കാണുന്നുണ്ട്. സോ ഇതൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. കാരണം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് എനർജി വരുന്നത്. ബട്ട് ഒരു പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ഇൻകം വന്ന പോലെയും കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എവിടെയോ ഫൈനാൻസിൻ്റെ ഒരു കാര്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഒരു കാര്യം വരുന്നുണ്ട്. എനിക്ക് നിങ്ങൾ അങ്ങോട്ട് ലൈക്ക് പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്തായിരിക്കാം. സംവെയർ എനിക്ക് ആ ഒരു ഫീലിംഗ് വരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഒരു വർക്കിൻ്റെ എനർജി വരുന്നുണ്ട് ഇവിടെ. അല്ലെങ്കിൽ 2 പേരും ഒന്നിച്ചൊരു വർക്ക് ചെയ്യുന്ന പ്ലേസിലുള്ള എന്തെങ്കിലും ബന്ധങ്ങളായിരിക്കാം. എല്ലാവർക്കും അല്ല കേട്ടോ. ഓക്കെ, കുറച്ച് പേർക്ക് അങ്ങനെ ഫീലിംഗ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഫൈനാൻസിൻ്റെ കണക്ഷൻ എനിക്ക് കാണുന്നുണ്ട്. ഫൈനാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടോ കൊടുക്കലോ വാങ്ങലോ എന്തെങ്കിലും ഉണ്ടായി കാണാം. അല്ലെങ്കിൽ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടും ഒരു ബന്ധമായിട്ട് എനിക്ക് കാണുന്നുണ്ട്. വേറെ ഇവിടെ എനിക്ക് ഒന്നും വലിയ കാര്യമായിട്ട് എനിക്ക് വരുന്നില്ല. ഒരു കാർഡ് ജസ്റ്റ് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്ന്, എന്തെങ്കിലും സിറ്റുവേഷൻ, പാസ്റ്റിൻ്റെ സിറ്റുവേഷൻ, പാത്വേ, ജേർണി, വർക്കിന് വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും കുറച്ചുകൂടി ഫൈനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണിനെ കിട്ടാൻ വേണ്ടിയിട്ട് അവരെവിടെയെങ്കിലും ദൂരം മാറിപ്പോയതോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ഒരു വർക്ക് റിലേറ്റഡ് എനിക്ക് ഒരുപാട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഫൈനാൻസിൻ്റെ കാര്യത്തിലൊരു ഇത് കാണുന്നുണ്ട്. ആൻഡ് യാത്ര എന്നുള്ള രീതിക്കൊക്കെ വരുന്നുണ്ട്. സോ ഞാനൊരു പാസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചെറിയൊരു കൺഫ്യൂഷൻ ഇവിടെ. ഓക്കെ, പല കാര്യങ്ങളാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ മേ ബി എവിടെയോ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഫൈനാൻസിൻ്റെ കാര്യത്തിൽ അത് ഫൈനാൻസിലാവാം. ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോലി സ്ഥലത്തുള്ള എന്തെങ്കിലും കണക്ഷൻസ് ആവാം. ഓക്കെ, നമുക്ക് പിന്നീട് നോക്കാം. ബാക്കി കാർഡ്സ് കൂടെ എടുത്തിട്ട് പറയാം. ഓക്കെ, ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ്? അഗെയിൻ ഓക്കെ, 8 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, വർക്കിൻ്റെ ആണ്. 6 ഓഫ് കപ്സ്, ഏസ് ഓഫ്, ഓക്കെ, ഐ തിങ്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. 7 ഓഫ് വാൻഡ്സ്,
9 ഓഫ് wands ആൻഡ് ഡെത്ത്. ഓക്കെ, സോ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഏതോ തരത്തിൽ നിങ്ങൾ ഒരേ ബിസിനസ് പ്ലേസ് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവാം, ബിസിനസ് വല്ലതും ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഫൈനാൻഷ്യലി ഏതോ രീതിയിൽ കണക്ഷൻ ഉണ്ട്, അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കലോ വാങ്ങലോ ഉണ്ട്. ഇവിടെ അത് മാത്രമല്ല, അഗൈൻ ജോലി സ്ഥലത്ത് ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ആവാം, അങ്ങനത്തെ ഒരു കണക്ഷനും ആവാം. ബട്ട് അതിനേക്കാൾ കൂടുതൽ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത മട്ടിലാണ് എനിക്ക് കാണുന്നത്. കാരണം ഇവിടെ 6 ഓഫ് കപ്സ് കാണുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ കൊടുക്കുന്ന രീതിയാണ് കാണുന്നത്. സോ നല്ലൊരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ്, ക്ലോസ് ബോണ്ട്, നിങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ട്. നിങ്ങൾ കുറേ കാലമായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ അതാണ് ഫാമിലി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സോ എവിടെയോ നിങ്ങൾ നേരത്തെ അറിയുന്ന വ്യക്തികളാണ്, ഫാമിലി പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഇവിടെ നിങ്ങൾക്ക് ലൈക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾക്ക് ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് വരുന്നുണ്ട്. ഏസ് ഓഫ് കപ്സും ഉണ്ട്. സോ സ്നേഹം കൊടുത്തു, യെസ്, ഓക്കെ, സ്നേഹത്തിൻ്റെ കാര്യം മാത്രമല്ല, പക്ഷെ അല്ലാതെ ഇവിടെ ഫൈനാൻസിൻ്റെ എനിക്ക് വരുന്നുണ്ട് ഒരുപാട്. നിങ്ങൾ പേഴ്സണിനെ ഹെൽപ്പ് ചെയ്തായിരിക്കാം, പേഴ്സൺ എന്തെങ്കിലും സപ്പോർട്ടൊക്കെ കൊടുത്ത് കാണാം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും ഇങ്ങോട്ടും നിങ്ങൾക്ക് കിട്ടി കാണാം. ബട്ട് എവിടെയോ ഞാൻ എന്താ പ്രോബ്ലംസ് എന്ന രീതിക്കായിരുന്നു ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിൽ വന്നത്. നിങ്ങൾ തമ്മിൽ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം, ഓക്കെ, കറണ്ട് സിറ്റുവേഷനിൽ എന്താണ് നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്ന് പറയുമ്പോൾ ഐ തിങ്ക് അഗൈൻ ഇത് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇവിടെ 7 ഓഫ് wands ഉണ്ട്, ഡിഫെൻസീവായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് ചാലഞ്ചസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, 9 ഓഫ് wands ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തായിരിക്കാം, നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയായിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം, കാരണം ഡെത്ത് എനർജി ഉണ്ട്. ഇവിടെ ഒരു എൻഡിങ്ങിൻ്റെ സിറ്റുവേഷൻ എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒരു നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ പരസ്പരം വളരെയധികം മനസ്സിലാക്കിയിട്ടും ഒന്നിച്ച് നിന്നിട്ടും പല കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ടാവാം. സോ അതിൻ്റെയൊക്കെ ഒരു എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ തമ്മിലൊരു സ്നേഹത്തിൻ്റെ എനർജി എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് എവിടെയോ ഇടയിൽ വെച്ച് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു ചാലഞ്ചസ് വന്നായിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ ഫൈനാൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം. സോ എവിടെയോ ഒരു ഇംബാലൻസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ. എനിക്ക് ഇവിടെ പേഴ്സൺ ഒരല്പം ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അവരിപ്പോൾ നിങ്ങളോട് പലതരത്തിൽ ആർഗ്യുമെൻറ്റ്, മേ ബി തടസ്സങ്ങൾ പുറമേ നിന്നുള്ള തടസ്സങ്ങളും ആവാം. ഈ ജോലിയുടെ പേഴ്സൺ ജോലിയിൽ ബിസി, അല്ലെങ്കിൽ ദൂരെ ആണെങ്കിൽ അങ്ങനത്തെ കാര്യം, ജേർണി നേരത്തെ കണ്ടിരുന്നു, ദൂരെ ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എവിടെയോ ചില തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ ഇടയിൽ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് നിങ്ങൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് കാണാം, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വെക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്, അവരൊരു ബൗണ്ടറി വെക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു എൻഡിങ് എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഇത് സിറ്റുവേഷൻ എൻഡായോ എന്നൊരു ചോദ്യം ഉണ്ടാവാം. കാരണം ഇപ്പോൾ ഡെത്ത് എനർജി വരുമ്പോൾ ഇവിടെ ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു ടോട്ടൽ ഒരു ഫുൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ഇല്ല, നിങ്ങൾ സെപ്പറേഷൻ ആണോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഇത് എൻഡായി പോയോ എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, എന്തെങ്കിലും ഒരു കാർഡ് കൂടി നിങ്ങൾക്ക് സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ, പ്രസൻറ്റ്. ഓക്കെ, ഞാൻ തിരിച്ചു പിടിച്ചാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും ഇവിടെ ഒരു സമയത്തിൻ്റെ മാറ്റമാണ് കാണുന്നത് എനിക്ക്. ഓക്കെ, നിങ്ങൾ തമ്മിൽ യെസ് വളരെയധികം അടുപ്പുണ്ടായിരുന്നു, വളരെ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇടയിൽ തടസ്സങ്ങൾ കയറി വന്നിട്ടുണ്ട്. ഫൈനാൻസിൻ്റെ കാര്യങ്ങളുണ്ട്. കുറച്ച് പേർക്ക് ജസ്റ്റ് ജോലിയുടെ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ തമ്മിൽ ഫൈനാൻസിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾ തമ്മിൽ ഒരു വേറെ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ചെറിയ സെപ്പറേഷൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഇത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഇത് സമയം മാറി വന്നു. അതായത് നമ്മൾ പറയില്ല ആദ്യം നല്ലതായിരുന്നു, ബട്ട് ഇപ്പോൾ ഒരു മോശം സ്റ്റേറ്റിലേക്ക് പോയ പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരു വിധിയായിട്ട് ശരിക്കും ഇത് ഫെയ്റ്റ് ആയിട്ട് ചെയ്ത പോലെയും ഉണ്ട്. ആൻഡ് ഡെത്ത് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂണൊക്കെ ഒന്നിച്ച് വരുമ്പോൾ ഇവിടെ ഒരു മേജർ ചേഞ്ചിൻ്റെ സമയമാണ് നിങ്ങളുടെ ബന്ധത്തിൽ. ഓക്കെ, നിങ്ങളുടെ ബന്ധം ഒരു മാറ്റം വരാനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആയാൽ അത് നല്ലതല്ല. അതുകൊണ്ട് ഇവിടെ ഒരു ചേഞ്ച് വരാനുള്ള സമയമായി എന്നൊരു കാര്യം കൂടിയാണ്. നമുക്ക് ഫ്യൂച്ചർ കൂടി നോക്കാം. ക്രോസ് ആൻഡ് സ്നേക്ക് ആൻഡ് whip. ഓക്കെ, സോ ആക്ച്വലി വളരെ ക്ലിയർ ആണ്. നിങ്ങളുടെ ഇടയിൽ ഒരു വേറെ ആരോ പ്രശ്നം ഉണ്ടാക്കിയ രീതിക്കും എനിക്ക് കാണുന്നുണ്ട്. സ്നേക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു വേറെ തേർഡ് പാർട്ടി എന്ന രീതിക്ക് എടുക്കാം. അതിപ്പോൾ ആരും ആവാം, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, ഈവൻ വർക്ക് കൂടി ആവാം. നമ്മൾ വർക്കിൻ്റെ കാര്യം ഇവിടെ വർക്ക്, ഫൈനാൻസ് എന്തും ആവാം. ഓക്കെ, അതായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ തടസ്സം വന്നത്. ഒരു ക്രോസ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കിതൊരു ഭാരമായിട്ട് മാറാൻ തുടങ്ങിയ പോലെയാണ്. നിങ്ങളുടെ ഇടയിൽ ഒരുപാട് നമ്മൾ പറയില്ലേ ചാലഞ്ചസ്, ശരിക്കും നമുക്ക് കുരിശ് പോലെ ആയി എന്ന് പറഞ്ഞ ആ ഫീലിംഗ് ആണ്. നിങ്ങൾക്കൊരു കുരിശായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഇവിടെ അതൊരു ശരിക്കും ഒരു ബേർഡൻ എനർജിയിലേക്ക് മാറിയിട്ടുണ്ട് നിങ്ങളുടെ ബന്ധം. അതിപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും ആ ഒരു ബേർഡനായിട്ട് തന്നെയാണ് അത് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കി, ഈവൻ തേർഡ് പാർട്ടി വന്നതാവാം. ചിലപ്പോൾ അതായിരിക്കാം അവിടെ പ്രശ്നം ഉണ്ടായത്. അതിപ്പോൾ ഒരു ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കാം, മാരീഡ് എനർജി ആണെങ്കിൽ അങ്ങനത്തെ ആയിരിക്കാം. സോ ആരോ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന രീതിക്കാണ്. ഇവിടെ വിപ്പ് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സിറ്റുവേഷൻ എനിക്ക് ഇവിടെ നമ്മൾ നേരത്തെ ഡെത്തും വീൽ ഓഫ് ഫോർച്യൂണും പറഞ്ഞു. സോ ഈ ഒരു മാറ്റം, ഓക്കെ, സോ ഇവിടുത്തെ ചേഞ്ച് എനിക്ക് പറയാനുള്ളത്, ഇത് സിറ്റുവേഷൻ ഓൾമോസ്റ്റ്
എൻഡാണോ എന്ന് ചോദിച്ചാൽ എൻഡിങ് അല്ല, പക്ഷെ ഇവിടെ ഒരു മാറ്റം വരാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലീൻ അപ്പ് എന്നാണ് ഉദ്ദേശിക്കുക. ഓക്കെ, അതായത് നമ്മൾ എല്ലാം അടിച്ച് തുടച്ച് ക്ലീൻ ആക്കുന്ന രീതിയിലാണ്. സോ ഇവിടെ ഇതൊരു നമ്മൾ പറയില്ല, എന്തോ ടൊർണാഡോ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു ഫ്ലഡ് വന്നു എന്നോ സംതിങ് എന്തോ വന്നിട്ട് ഇവിടെ ക്ലീൻ അപ്പ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, എല്ലാം നമ്മൾ വൃത്തിയാക്കുന്ന പോലെയാണ്. സോ അതുപോലെ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു മേജർ ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു മേജർ കാര്യം നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. സോ അതിനുശേഷം ഇവിടെ ക്ലീനപ്പിൻ്റെ സമയമാണിപ്പോൾ. ഓക്കെ, ചില കാര്യങ്ങൾ വ്യക്തമാവാനുണ്ട്, ചില കാര്യങ്ങൾ മാറാനുണ്ട്, ചിലത് ഒന്ന് ചേഞ്ചസ് വരാനുണ്ട്. ഓക്കെ, അതിന് നിങ്ങളോടിപ്പോൾ പറയുന്നത് ഇത് ക്ലീനപ്പ് ചെയ്യാനുള്ള സമയമാണ് എന്നാണ്, ഒരു സെപ്പറേഷൻ്റെ സമയമാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഐ ഫീൽ ഇപ്പോൾ നിങ്ങൾക്ക്, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഇത് നല്ലതല്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് യൂണിവേഴ്സായിട്ട് ചെയ്യുന്നതാണ്. ആ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊരു ഫ്യൂച്ചർ കാർഡ് പോസിറ്റീവ് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുമോ നോക്കാം. നിങ്ങൾക്കിവിടെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നൊരു കാർഡ് കൂടി എടുത്തേക്കാം. വാട്ട് ഷുഡ് യു ലൈക്ക്, ഒരു പോസിറ്റീവ് ആണോ നമുക്ക് നെഗറ്റീവ് ആണോ എന്നുള്ള രീതിക്ക് ഒന്ന് എടുക്കാം. ഓക്കെ, ഈ ഒരു അകൽച്ച അതിന് ശേഷം എന്താണ്, വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ ഒന്നുകൂടി റൈഡർ. ഓക്കെ, പേഴ്സൺ വരാനുള്ള സാധ്യതയുണ്ട്, മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എന്നാണ് പറയുന്നത്. തിരിച്ചു വരാനുള്ളൊരു സാധ്യതയാണ്. യെസ്, ഓക്കെ, തിരിച്ചു വരാനുള്ളൊരു പോസിബിലിറ്റി വളരെ ഹൈ ആണ്. പക്ഷേ അതിൻ്റെതായ സമയമെടുക്കും. ഓക്കെ, മേ ബി അവർക്ക് ചില കാര്യങ്ങൾ ഇവിടെ നമ്മൾ ക്ലീൻ അപ്പ് ചെയ്യാണ്ടെന്ന് പറയില്ല. ഇപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടിയെ ഒഴിച്ചിട്ട് വേണമായിരിക്കും, തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോയ ശേഷമായിരിക്കും ചിലപ്പോൾ വരാൻ സാധിക്കാതായിരിക്കാം. സോ ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ അപ്രോച്ച് ചെയ്യുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോ അത് എപ്പോഴായിരിക്കും നമ്മൾ പറയുന്നില്ല. ഓക്കെ, ബട്ട് യെസ്, ഒരു ചെറിയൊരു പ്രതീക്ഷ യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, ബട്ട് അത് തിരിച്ച് എങ്ങനെയാവും എന്നുള്ളത്, കാരണം വീൽ ഓഫ് ഫോർച്യൂൺ വന്ന സ്ഥിതിക്ക് എനിക്കിവിടെ നിങ്ങൾ തമ്മിലുള്ള ഫ്യൂച്ചർ അത് എന്താണ് എന്നുള്ളത്, ഒരു മാറ്റം എന്ത് വരുന്നു അതിനനുസരിച്ചിരിക്കും. പേഴ്സൺ എത്രത്തോളം മാറുന്നു അല്ലെങ്കിൽ അവരെത്രത്തോളം അവരിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, സിറ്റുവേഷനെ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ ഇവിടെ വീല് അങ്ങോട്ടും തിരിയാം ഇങ്ങോട്ടും തിരിയാമെന്നാണ് പറയുക. സോ ഫ്യൂച്ചർ യൂണിവേഴ്സ് നമുക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരുന്നില്ല. പക്ഷേ യെസ്, ഒരു അപ്രോച്ച് എനിക്ക് കാണുന്നുണ്ട്. കുറച്ചെങ്കിലും തിരിച്ച് വരുന്ന രീതിക്ക് ഒരു എനർജി വരുന്നുണ്ട് നമുക്ക്. അത് എന്തിനുള്ളതായിരിക്കും, അവർ വന്ന് മീറ്റ് ചെയ്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ പിന്നീട് എന്താവും എന്നുള്ളത് ഇവിടെ ക്ലിയർ അല്ല. ഓക്കെ, സോ നമുക്കൊന്ന് ഇവിടെ ഇപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞ പോലെ സെപ്പറേഷൻ ആണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാതിരിക്കാം. ഓക്കെ, സോ കാരണം അത് നമ്മൾ പറയില്ലേ, ഫെയ്റ്റ് തീരുമാനിക്കട്ടെ. ഓക്കെ, യൂണിവേഴ്സ് തീരുമാനിക്കട്ടെ എന്ന രീതിക്ക് നിങ്ങൾ വിട്ടുകളയൂ. ഓക്കെ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ. ഓക്കെ, നമുക്ക് ബാക്കി വരുന്ന പോലെ കാണാം. ഓക്കെ, സോ പൈൽ 1ൻ്റെ റീഡിങ് അതായിരുന്നു. നമുക്ക് പൈൽ 2ലേക്ക് പോവാം. പൈൽ 2 ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഞാനത് അങ്ങനെ ഒരുപാട് എനിക്ക് നമ്മൾ കൂടുതൽ കാർഡ്സ് എടുത്തിട്ടല്ലോ, മറ്റേത് കുറേ കാർഡ്സ് എടുത്തിട്ടല്ലേ പറയാം, അതുകൊണ്ടാണ്. ഓക്കെ, സോ എനിവേ സെക്കൻഡ് പൈൽ ബ്ലൂ കളർ ബ്രേസ്ലെറ്റ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് നോക്കാം നിങ്ങളുടെ എന്താ പറയുന്നത്. പാസ്റ്റ് ആണ് ഇത് ആദ്യം. ഓക്കെ, ചേഞ്ച് തോട്ട്സ് മെസ്സേജ് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഐ തിങ്ക് നിങ്ങളൊന്ന് മിസ്സിങ് എനർജി ഉണ്ട് ഇവിടെ. ഓൾറെഡി എനിക്കൊരു ഡിസ്റ്റൻസിൻ്റെ കാര്യമാണ് വരുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സൺ എവിടെയോ ഒന്നുമില്ലെങ്കിൽ മാറിപ്പോയി, മീൻസ് സ്ഥലം മാറിപ്പോയി, വേറെ സ്ഥലത്തായിരിക്കാം നിങ്ങൾ, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു മാറ്റം വന്നതിനെക്കുറിച്ചും ആവാം. ബട്ട് കൂടുതലും ഓക്കെ, എന്ത് തരത്തിലായാലും ശരി. ഓക്കെ, ഇവിടെ ഒരു തിങ്കിങ് എനർജി കാണുന്നുണ്ട്. ഓക്കെ, കൂടുതൽ ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ മേ ബി ഓൺലൈൻ കണക്ഷൻ ആയിരിക്കാം കൂടുതൽ. സോ മേ ബി നിങ്ങൾ തമ്മിൽ നേരിട്ട് മീറ്റ് ചെയ്യൽ കുറവായിരിക്കാം. കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കുറവ് സമയം ആയിരിക്കും കണ്ടതൊക്കെ. സോ ഇവിടെ നിങ്ങൾ തമ്മിൽ പരസ്പരം ചിന്തകളിൽ നിങ്ങളുണ്ട് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. മെസ്സേജസ് കാണുന്നുണ്ട്. സോ ഓൺലൈൻ കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് കൂടുതൽ കാണുന്നത്. നിങ്ങൾ സംസാരിക്കാറുണ്ട്, ഓൺലൈൻ ഐ തിങ്ക് സംസാരിക്കാറൊക്കെ ഉണ്ട്, ദൂരെ ആയിരിക്കാം. ചിന്തകളിൽ ഉണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ. എൻ്റെ 7 വന്നിട്ടുണ്ട്. സോ ഇവിടെ യെസ്, മേ ബി നിങ്ങൾക്ക് നമ്പർ 16 7 ഉണ്ട്. നിങ്ങൾക്ക് നോക്കാം. ഇവിടെ എനിക്ക് സിറ്റുവേഷൻ എനിക്ക് അധികം കിട്ടുന്നില്ല. നോക്കാം പാസ്റ്റ് സിറ്റുവേഷൻ. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച നേരത്തെ വന്നിട്ടുണ്ടാവാം, അതായിരിക്കാം ഇവിടെ കാണിക്കുന്നത്. നിങ്ങളൊരു മെസ്സേജ് ഓക്കെ, വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ പേഴ്സൻ്റെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പേഴ്സൺ മാറി എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അവരുടെ മെസ്സേജ് എപ്പോഴും കാത്തിരിക്കുന്ന രീതിക്ക് ഒരു എനർജി വരുന്നുണ്ട്.
ഐ തിങ്ക് നിങ്ങളുടെ ചിന്തകളിൽ ഒരുപാട് ആ പേഴ്സൺ അല്ലെങ്കിൽ ഓക്കെ മെയിൽ യെസ് നിങ്ങൾ തമ്മിൽ വളരെയധികം അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ലവേഴ്സ് എനർജി ഉണ്ട് നിങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ വളരെയധികം നിങ്ങൾ ഇത് കാർഡ് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ സോ ലവേഴ്സ് എനർജിയാണ്. സോ യെസ് നിങ്ങൾ തമ്മിൽ വളരെ ഡീപ്പ് കണക്ഷൻ സോൾ കണക്ഷനൊക്കെ ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ലൈക്ക് നിങ്ങളുടെ ലൈഫിലായാലും അവരുടെ ലൈഫിലായാലും നിങ്ങൾ തമ്മിൽ വളരെ നല്ലൊരു ബോണ്ട് തന്നെയായിരുന്നു. ആൻഡ് ഇപ്പോൾ മേ ബി ഒരു മിസ്സിംഗ് എനർജി ആയിരിക്കാം ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ പരസ്പരം രണ്ടുപേരുടെയും തോട്ട്സിൽ ചിന്തകളിൽ എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങൾ അവരെക്കുറിച്ചും ഓർക്കാറുണ്ടാവും. ഒരുപാട് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പാസ്റ്റിൽ. ഓക്കെ പ്രസൻറ്റ് എടുക്കാം നമുക്ക്. സ്റ്റാർ, നൈറ്റ് ഓഫ് സോർഡ്സ്, എംപറർ, ഓക്കെ ഫോർ ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, പേജ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ ഇവിടെ ഒരു എനർജി എനിക്ക് വരുന്നത് ഇൻ ആൻഡ് ഔട്ട് എനർജി വരുന്നുണ്ട്. ഐ തിങ്ക് യെസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമല്ലേ, നിങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു എനർജി വന്നു എന്ന് പറഞ്ഞ പോലെ. ഓക്കെ സോ ഐ തിങ്ക് ഇവിടെ ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് മുൻപും ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പാസ്റ്റിലും അങ്ങനെ തന്നെയാണ്. അവർ വല്ലപ്പോഴും സംസാരിക്കും നിങ്ങളോട്. അതായത് ഇടയ്ക്ക് ചില സമയത്ത് വന്ന് ഇവിടെ നിങ്ങൾ തമ്മിൽ സ്റ്റാറാണ് കാണുന്നത്. സോ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അവർ വരുമ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ തമ്മിലൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങൾക്ക് ലൈക്ക് അവർ ലൈഫിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ബട്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്ന് വളരെയധികം ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. സോ സംസാരങ്ങൾ മേ ബി കുറവ്. അതായത് അവർ വന്നാൽ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കില്ല. ഒരു ദിവസം നന്നായി സംസാരിക്കും, രണ്ടാമത്തെ ദിവസം ചിലപ്പോൾ കാണാതെയാവും. ഓക്കെ ടോട്ടലി ഒരു മാറി നിൽക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നാം. ഈഗോ ഉണ്ട് നല്ലോണം. ഓക്കെ ഒന്ന് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഈഗോ എന്ന് നമുക്ക് പറയാം. നല്ല ഈഗോ ഉള്ള വ്യക്തികളാണ്. അല്ലെങ്കിൽ ഇവിടെ ഓക്കെ വേറൊരു എനർജി എനിക്ക് പിക്ക് ചെയ്തത് അവർ മാരീഡും ആവാം. ഓക്കെ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അവർ മാരീഡ് ആയിരിക്കാം, രണ്ടും വരുന്നുണ്ട്. ബട്ട് യെസ് അവർക്ക് ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. നമ്മൾ കണ്ടപ്പോൾ തന്നെ ഇവിടെ ഫീലിങ്സ് ഒക്കെ അവർക്ക് ഉണ്ട്. പക്ഷേ ഇവിടെ സിറ്റുവേഷൻ വെച്ചിട്ട് ഐ തിങ്ക് അവർ നിങ്ങളോട് അധികം കോൺടാക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല നിങ്ങളോട്. ഓക്കെ നിങ്ങളുടെ അടുത്ത് വല്ലപ്പോഴും വന്ന് ഒരു സംസാരം കുറച്ച് ദിവസം നല്ല രീതിക്കൊക്കെ പോവുക, അത് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ഫോർ ഓഫ് സോർഡ്സും ഉണ്ട്. യെസ് ഒരു മാറി നിൽക്കുന്ന എനർജി. ഇടയ്ക്ക് ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി വളരെ ഹൈ ആണ്, അത്രേ പറയുന്നുള്ളൂ. എൻ്റെ ഇവിടെ ഫോർ ഓഫ് സോർഡ്സ് പറയുമ്പോഴും ഒരു ഡിസ്റ്റൻസ് വെച്ച് മാറി നിൽക്കൽ. ഓക്കെ ഇത് സെപ്പറേഷൻ എന്ന എനർജി എനിക്ക് വരുന്നില്ല, അങ്ങനെയല്ല. ബട്ട് ഇവിടെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു നിങ്ങൾക്ക് തോന്നും വന്ന് സംസാരിച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴേക്കും വീണ്ടും ഇവരെ കാണാതെയാവും. സോ അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് കൂടുതലും ഇവിടെ വരുന്നത്. ഐ തിങ്ക് അങ്ങനെ ആയിട്ട്. പക്ഷെ ഇതിവിടെ ഞാൻ നിങ്ങളുടെ എനർജിയാണ് ഇത് പിക്ക് ചെയ്യുന്നത്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഞാൻ പറഞ്ഞ പോലെ യെസ് നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, നിങ്ങൾ മാരീഡ്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരിക്കാം. ഇവിടെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ സ്വന്തം കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാൻ തുടങ്ങി. ഓക്കെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ വളരെ ലേഡീസ് മാത്രമല്ല ജെൻസ് ആയാലും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, നിങ്ങൾ സ്റ്റേബിളായിട്ടൊരു എനർജിയിൽ നിൽക്കുക. നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ ഹെൽത്ത്, നിങ്ങളുടെ ലൈഫ് നിങ്ങളത് ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പേഴ്സൻ്റെ ഭാഗത്തുനിന്നൊരു മെസ്സേജ് ആഗ്രഹിക്കുന്നുണ്ട്, വരാനുള്ള സാധ്യതയുണ്ട്. മെസ്സേജിൻ്റെ ഒരു കാർഡായിട്ട് എടുക്കാം നമുക്ക്. പേജ് ഓഫ് പെന്റിക്കിൾസ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് എന്നുള്ള രീതിക്ക് പറയാം. യെസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഇതിവിടെ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങൾ ക്വീനായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ ഇവർ പേജ് എന്ന് പറയും, അതായത് വളരെ ചെറിയൊരു ലെവലാണ്. സോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അപ്രോച്ച് വന്നാൽ തന്നെ അതൊരു നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആവില്ല. ഓക്കെ നിങ്ങൾക്ക് വേണ്ടത് കുറച്ചുകൂടി കമ്മിറ്റഡ് ആയിട്ടുള്ള എനർജിയാണ്. അവരൊരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ആ ഒരു അവരുടെ ഭാഗത്തു നിന്നൊരു നല്ലൊരു ഇത് ഉണ്ടാവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ ഐ തിങ്ക് അത് കിട്ടാതെ ആയിട്ട് മേ ബി നിങ്ങളിപ്പോൾ സ്വയം നിങ്ങളുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്ന ലക്ഷണമാണ് എനിക്ക്. ഓക്കെ സോ ഇവിടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് എനർജിയിൽ നിങ്ങൾ തമ്മിൽ വിട്ടുപോയിട്ടൊന്നുമില്ല, എൻഡായിട്ടൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിലും അവരുണ്ട്, അവരുടെ മനസ്സിലും നിങ്ങളുണ്ട്. ഓക്കെ പക്ഷെ ഇവിടെ സിറ്റുവേഷൻ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഐ തിങ്ക് ഫൈനലി നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്ന പോലെയാണ്, നിങ്ങൾക്കിത് മടുത്ത പോലെയാണ്. ഓക്കെ നമുക്ക് ജസ്റ്റ് കുറച്ചുകൂടി കാർഡ്സ്, 1-2 കാർഡ്സ് കൂടി എനിക്കൊരു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നോക്കാം. കാരണം കിങ് ഓഫ് വാൻഡ്സ്, ഡെവിൾ എനർജി, മോർ ലാസ്റ്റ്. ഓക്കെ ടെമ്പറൻസ്. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, വളരെയധികം ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ ഒരു തേർഡ് പാർട്ടി എനർജി എനിക്ക് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് എവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം. നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ആയ രീതിക്കൊക്കെ എനിക്ക് കാണുന്നുണ്ട്. യെസ് അവർ ഈഗോ ഒരു ഭാഗത്ത് ഓക്കെ. പക്ഷെ ഇവിടെ വേറെ എനിക്കൊരു അഗൈൻ തേർഡ് പാർട്ടി എനർജി, അഗൈൻ അവർ ലൈക്ക് ഹസ്ബൻഡ് ഓർ വൈഫ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടീസ് ആവാം. സോ അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇൻഫ്ലുവൻസ് എനിക്ക് കാണുന്നുണ്ട്. ട്രസ്റ്റ് ബ്രേക്ക് ആയ രീതിക്ക് ഒരു എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ പക്ഷേ എന്തു തന്നെയായാലും നിങ്ങളോടുള്ള താല്പര്യം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ഇവിടെ അവർക്ക് കുറച്ച് പേടികളുള്ളതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. പേടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു
യെസ് അവരുടെ ഉള്ളിൽ മനസ്സിൽ എന്തൊക്കെയോ കുറേ ടെൻഷനുണ്ട്, കുറേ പേടികളുണ്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ട് നിൽക്കുന്നതായിരിക്കാം. ബട്ട് അതിൽ നിന്നൊക്കെ പുറത്ത് വന്ന് നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ ബെറ്റർ ആക്കണം എന്ന രീതിക്ക് അവർക്ക് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോടുള്ള അട്രാക്ഷൻ വളരെ ഹൈ ആണ്, ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ആ ഒരു ഈഗോ കൊണ്ട് മേ ബി വരാൻ മടിക്കുന്നതായിരിക്കാം. ഇവിടെ ഒരു കോംപ്രമൈസ് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഒരു വരാൻ മടിച്ച് നിൽക്കുന്ന പോലെ ഒരു എനർജിയാണ്. ഫ്യൂച്ചർ കാർഡ്സ് നമുക്ക് കോഫിൻ, ഹൗസ് ആൻഡ് ആങ്കർ. ഓക്കെ, യെസ് അവർ രണ്ട് തരത്തിലെടുക്കാം അതിന്. ഒന്ന് മേ ബി അവർ ഫാമിലി ഉള്ള ആൾക്കാരായിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ മാരീഡ് ആയിരിക്കാം. എന്തായാലും ഇവിടെ നിങ്ങൾ തമ്മിൽ എൻഡിങ് അല്ല ഇത്. ഓക്കെ, ഒരു മാറ്റം വരും എന്നുള്ള രീതിക്ക് എടുക്കാം. നമ്മൾ ഐ തിങ്ക് ഇവിടെ ചേഞ്ച് എവിടെ ഉണ്ടായിരുന്നു. യെസ്, ചേഞ്ച് ആൻഡ് 9 യെസ്. ഓക്കെ, നൈസ്. ഓക്കെ, സോ യെസ് ഇവിടെ ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. ഓക്കെ, ഒരു നിങ്ങൾ തമ്മിൽ ഒരു ചേഞ്ച് വരും. ആൻഡ് എന്തെങ്കിലും ഇപ്പോൾ എൻഡിങ് ആയില്ല നിങ്ങൾ തമ്മിൽ എന്തായാലും, പക്ഷേ പേഴ്സണിൽ ഒരു മാറ്റം വരുന്നതായിരിക്കാം. ഇവിടെ നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. ഇവിടെ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഉണ്ടായിരുന്നല്ലോ. നിങ്ങളെ തന്നെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ പഴയ പോലെ ഇമോഷണൽ ആവുന്നുണ്ടാവില്ല. നിങ്ങൾ കുറേയൊക്കെ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കുക. അവരോട് നല്ലോണം താല്പര്യം സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് വേണ്ടത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഓക്കെ, അതുകൊണ്ടായിരിക്കും ഈ ഒരു മാറ്റം ഇവിടെ കാണുന്നത്. ഡെത്ത് എന്ന് കോഫിൻ എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ഒരു സിറ്റുവേഷൻ എൻഡ് ആയതിൽ നിന്ന് വീണ്ടും ഒരു റീസ്റ്റാർട്ടിൻ്റെ ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ ഹൗസ് ഉണ്ട്. സോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വരാനുള്ള പോസിബിലിറ്റിയാണ്. കുറച്ച് മാരേജ് ചെയ്യാൻ നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ അത് നടക്കും. അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്ന രീതിക്ക് ഒരു എനർജി വരുന്നുണ്ട്. ആങ്കറും ഉണ്ട്. സോ നിങ്ങൾ തമ്മിലുള്ള നമ്മൾ പറയില്ല നങ്കൂര് ടോർപ്പിക്കുക എന്ന് പറഞ്ഞവരാണ്. സോ നിങ്ങളുടെ ബന്ധം കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, കുറച്ചുകൂടി ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലാണ്. അതിന് പക്ഷേ യെസ് ഒരു മാറ്റം വരാനുണ്ട്. ഇവിടെ പേഴ്സൺ ഒന്ന് തിരിച്ചറിയാനുണ്ട്, പേഴ്സൺ ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനുണ്ട്. അതിനുശേഷം അവരിൽ മാറ്റങ്ങൾ വരും എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സോ ഇവിടെ കുറച്ചുകൂടി പോസിറ്റീവാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. സിറ്റുവേഷണൽ ചേഞ്ചസ് വരും. നോക്കാം, നമുക്ക് ഇൻ ആൻഡ് ഔട്ട് ഒന്ന് മാറും. യെസ്, ഇൻ ആൻഡ് ഔട്ട് എനർജി മാറും. ഒന്ന് അവർ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഒരു ഇതിൽ ലാസ്റ്റ് നമ്മൾ പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടോ നോക്കാം. ഫ്യൂച്ചർ ക്ലൗഡ്സ് ആണ്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, കുറച്ച് കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ലെറ്റ്സ് സീ ക്ലാരിറ്റി വരുമോ. അല്ലെങ്കിൽ യെസ് വേറെ ആരോ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഹാർട്ട്. യെസ്, ഓക്കെ, തീർച്ചയായിട്ടും യെസ് ഒരു പോസിറ്റീവ്നെസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളൊന്നും മാറാനുണ്ട് ഇവിടെ. ഓക്കെ, ചില സിറ്റുവേഷൻസ് ഒന്ന് മനസ്സിലാക്കാനുണ്ട്, ചില ക്ലാരിറ്റി വരാനുണ്ട്. ക്ലൗഡ് ആൻഡ് മൈസ് ആണ് പറയുന്നത്. ഇവിടെ ഇപ്പം നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒരു ചെറിയ പ്രശ്നങ്ങളുടെ സമയമാണ്. ആൻഡ് വേറെ ആരോ അതിൻ്റെ ഇടയിൽ കളിക്കുന്നുമുണ്ട്, അല്ലെങ്കിൽ വേറെ ആരോ ഇഷ്യൂസും ഉണ്ട്. തേർഡ് പാർട്ടി ഞാൻ പറഞ്ഞു. സോ തേർഡ് പാർട്ടി എനർജി എനിക്ക് ഇവിടെയും വരുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു ചീറ്റിംഗ്, അല്ലെങ്കിൽ ചീറ്റിംഗ് അല്ല, വേറെ ആരോ ഇടയിൽ ഉള്ള പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് പക്ഷെ ഇവിടെ ഹാർട്ട് കാണുന്നുണ്ട്. സോ യെസ് നിങ്ങളോട് തീർച്ചയായിട്ടും മുന്നോട്ട് ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളോട് സ്നേഹം തുറന്നു പറയുക, അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ചുകൂടി സ്നേഹത്തോടെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിക്കാണ്. ഓക്കെ, സോ യെസ് രണ്ട് പൈലും ഓക്കെ, എന്തായാലും ഇന്നത്തെ റീഡിങ് അതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്സ് ഇല്ല. ഓക്കെ, പ്ലീസ് കോൺടാക്ട്. ഞാൻ പിന്നീട് ഇനിയിപ്പോൾ നമുക്കൊരു ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ അനൗൺസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.